ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഒരു ദിവസത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫീലിംഗ് വരാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ആദ്യമേ നമ്മൾ ഓർക്കുക, എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാവുന്നത്? പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലേ ലൈഫിൽ. ഒരു ഡേയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് ജോലി ഉണ്ടാവും, ഫാമിലിയിലെ കാര്യങ്ങളുണ്ടാവും, പേഴ്സണലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. എല്ലാം കൂടി നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആവാനും ചെയ്തു തീർക്കാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടൈം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കാം, ടൈമിനെ എങ്ങനെ നമുക്കൊരു കൺട്രോൾ കൊണ്ടുവരാം, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളൊരു ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾസ് എന്താണ്, നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഡേയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, അപ്പം ഇതെല്ലാം ഒന്ന് എഴുതി നോക്കുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. പെട്ടെന്ന് ആലോചിക്കുമ്പം ഒന്ന് സമയമെടുത്ത് നമ്മുടെ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ് അനലൈസ് ചെയ്തിട്ട് ഒരു ജേർണലായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടായിട്ടോ നമ്മൾ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഫോക്കസ്ഡ് ആവാനും മോട്ടിവേറ്റഡ് ആവാനും തുടങ്ങും ഇത്രയും ചെയ്യുമ്പോൾ തന്നെ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിയ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നോക്കുക, അത് സ്കെഡ്യൂൾ ചെയ്യുക ആദ്യം. ഇനി ആ ടാസ്കുകളെ തന്നെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുക, ചെറിയ ചെറിയ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇനി അതിന് ശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് ഒരു എക്സ്ട്രാ ടൈമായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പോകണമെന്നില്ലല്ലോ, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ സമയം എടുക്കാം. അപ്പം അതിനും ഒരു ടൈം കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മളുടെ സെൽഫ് കെയർ, അതുപോലെ റിലാക്സേഷനും കൂടി നമ്മളുടെ സ്കെഡ്യൂളിൽ ടൈം കണ്ടെത്തണം. ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കലണ്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആപ്സ് എല്ലാം യൂസ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ള നമുക്കെന്താണ് വർക്ക് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്താൽ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈം ബ്ലോക്കിംഗ് അല്ലെങ്കിൽ സ്കെഡ്യൂളിംഗ് എന്നുള്ളത്. അപ്പം ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. അതായത് നമ്മുടെ കയ്യിൽ സമയമുണ്ടല്ലോ, അതിന് ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കിയിട്ട് ഒരു ടാസ്കിന് കൊടുക്കുക. ഒരു ടാസ്കിൻ്റെ പ്രയോറിറ്റി, അതെടുക്കുന്ന സമയം അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സമയത്തിനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും അതുപോലെ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ അങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ടാസ്ക് ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഈ സമയത്ത് ഇത് ചെയ്യണോ അല്ലെങ്കിൽ അത് ചെയ്യണോ. അങ്ങനെ ഈ സ്കെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരോ സ്പെസിഫിക് ടൈം, നമ്മുടെ ദിവസത്തിലെ സ്പെസിഫിക് ടൈമിൽ സ്പെസിഫിക് ടാസ്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു എന്ന് ഉറപ്പ് വരുത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പം ടൈം ബ്ലോക്കിങ്ങും സ്കെഡ്യൂളിങ്ങുമാണ് നമ്മളുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പലപ്പോഴും നമുക്ക് സ്കെഡ്യൂൾ ഉണ്ടാക്കിയാലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് കുറച്ച് പാട്. ഇനീഷ്യലി എന്തായാലും പാടായിരിക്കും, കാരണം നമ്മൾ ചെയ്ത് വരാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും, സെറ്റ് ബാക്ക്സ് ഉണ്ടാവും. അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാം. അതായത് കുറച്ച് റിമൈൻഡേഴ്സ് വയ്ക്കുക, നമ്മുടെ ഫോണിൽ റിമൈൻഡേഴ്സ് വയ്ക്കാം, ഈ ഒരു ടൈം ഇതിന് വേണ്ടിയാണ്. അങ്ങനെ പല റിമൈൻഡേഴ്സും അലാംസും എല്ലാം വയ്ക്കാം, ആദ്യം ഒന്ന് ട്രാക്കിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലാനേഴ്സും കാലണ്ടേഴ്സും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഒരു ബഫർ ടൈം കൊടുക്കുക, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ സമയം എടുക്കുക എന്നുള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ ആദ്യം എഴുതിയ സ്കെഡ്യൂൾ ആവില്ല ചിലപ്പം വൺ ദറ്റ് വർക്ക്സ് ഫോർ അസ്. നമ്മളത് റിവ്യൂ ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ റിഫൈൻഡായിട്ട് കൊണ്ടുവരണം. അപ്പം ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കാനും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും സാധിക്കും. ഇനി ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വരുത്താവുന്ന കുറച്ച് മിസ്റ്റേക്സ് പറയാം. ഒരു മിസ്റ്റേക്കാണ് ഓവർ കമ്മിറ്റിങ്. അതായത് നമ്മുടെ ഡേയിൽ നമുക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്, ഇത് നമുക്ക് എപ്പോഴും ചെയ്തു തീർക്കാൻ പറ്റാതെ ഡിസപ്പോയിൻമെൻറ്റ്സും നമ്മുടെ സ്കെഡ്യൂളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ദ റൈറ്റ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു കുറച്ച് ബഫർ ടൈമും കൂടി വയ്ക്കുക. അപ്പം നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്തു പോകാൻ പറ്റും. അടുത്തത് നമ്മൾ ടാസ്കുകൾക്ക് ഇനഫ് സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യും എന്നുള്ളത്. അതുപോലെ നമ്മൾ ഓരോ ടാസ്കിനും നമ്മൾ വിചാരിച്ച സമയം നമ്മൾ കുറച്ച് സമയത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന നമ്മൾ വിചാരിക്കുമ്പം അത് പിന്നെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ടാസ്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ ഫസ്റ്റ് സ്കെഡ്യൂൾ ചെയ്യണം. ഇനി വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കെയറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അങ്ങോട്ട് പോവും. പക്ഷേ നമുക്കെപ്പോഴും ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ വി നീഡ് ബ്രേക്സ്. അതുപോലെ നമ്മുടെ സെൽഫ് കെയറും റിലാക്സേഷനും മസ്റ്റാണ് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമുക്ക് വീണ്ടും നന്നായി ബെറ്ററായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആയേ പറ്റുള്ളൂ. അപ്പം അതിനും കൂടിയുള്ളൊരു ടൈം നമ്മുടെ സ്കെഡ്യൂളിൽ അസൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാവുന്ന മിസ്റ്റേക്സ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു സ്കെഡ്യൂൾ റൺ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനറൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ കാര്യങ്ങളും യൂസ് ചെയ്യാം. ഡിജിറ്റൽ കാലണ്ടേഴ്സ്, ഗൂഗിൾ കാലണ്ടേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൽ റിമൈൻഡേഴ്സും ടാസ്ക്സും എല്ലാം ചെയ്യാമല്ലോ. അതുപോലെ നമ്മുടെ ഫോണിൽ റിമൈൻഡേഴ്സ്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് എല്ലാം സെറ്റ് ചെയ്യുക. ഓരോരോ ടാസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ആപ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതെല്ലാം നമ്മളെ ഓൺ ട്രാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മൾ സ്കെഡ്യൂള് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല അല്ലേ? നമ്മൾ തുടങ്ങുമ്പോൾ അട്ടർ ബ്ലണ്ടറായിട്ട് നമുക്ക് തോന്നാം. അപ്പം ഓരോ വീക്കും നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക സ്കെഡ്യൂളിൽ. വാട്ട് വർക്ക്ഡ് ആൻഡ് വാട്ട് ഡിഡ് നോട്ട് വർക്ക്, എന്നിട്ട് ആവശ്യമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുത്തി അതിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യുന്നൊരു സ്കെഡ്യൂള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ആ ചേഞ്ചസ് ഉണ്ടാക്കാൻ നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കെഡ്യൂളിൽ എന്തുകൊണ്ട് അത് വർക്ക് ചെയ്തില്ല എന്നുള്ള കറക്റ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇന്ന ചേഞ്ചസാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അതുപോലെ എപ്പോഴും നമുക്ക് എത്ര പ്ലാൻ ചെയ്താലും ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് അല്ലേ? അപ്പോൾ അത് ഒരു ദിവസം വർക്ക് ചെയ്തില്ല, അടുത്ത ദിവസം ഒരു നോർമൽ ഡേയിൽ അത് വർക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ അത്യാവശ്യത്തിനുള്ള ബഫർ നമ്മളിടുക, സോ ദാറ്റ് നമുക്ക് വിചാരിച്ചതിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ തീർന്നാലും കൂടുതൽ സമയം എടുത്താലും നമുക്ക് ആ ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കെഡ്യൂളിങ് ചെയ്യുക. അതുപോലെ നമ്മുടെ സെൽഫ് കെയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്കെഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി, സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനലിൽ കാണും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.